Hi folks, welcome to Strategic Bharat. The news is out. സോ ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് 25 അതിന് മുകളിലോ ഉള്ള നമ്പേഴ്സിൽ അമേരിക്കയുടെ F-35 ലൈറ്റ്നിങ് 2 വിമാനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നൊരു കോൺട്രാക്റ്റിൽ ഒപ്പിടാൻ പോവുകയാണ് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം പേഴ്സണലി എന്താ പറയുന്നത്, എനിക്ക് ഇതിനോട് താല്പര്യമില്ല. ഐ ആം അഗെയിൻസ്റ്റ് ദിസ് ഡീൽ. അതിൻ്റെ ഒരു റീസൺ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളിലാണെങ്കിൽ പോലും ഫുള്ളി സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു സർവീസ് ഹിസ്റ്ററി അല്ല ഈ പറയുന്ന F-35 ലൈറ്റ്നിങ് 2 എന്ന് പറയുന്ന ഈ വിമാനത്തിനുള്ളത്. അതായത് പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിമാനത്തിൻ്റെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പെർഫോമൻസ് അല്ല ഉള്ളത്. അവർ അഡ്വർടൈസ് ചെയ്യുന്ന ഈ വിമാനവും എന്താ പറയുന്നത്, അതിൻ്റെ കമ്പനികളും US ഗവൺമെൻറ്റും അഡ്വർടൈസ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ചില എന്താ പറയുന്നത് പെർഫോമൻസ് പാരാമീറ്റേഴ്സ് അത് മീറ്റ് ചെയ്യുന്നുണ്ട്, ശരിയാണ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് സ്റ്റെൽത്ത്. പക്ഷേ അത് എന്താ പറയുന്നത് എഗെയിൻസ്റ്റ് ഗ്രൗണ്ട് ടാർഗറ്റ്സ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ എയറോഡൈനാമിക് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യു ഷുഡ് നോട്ട് സീ ദിസ് ആസ് എ പ്യുവർ ഫൈറ്റർ, ആസ് എ എയർ ടു എയർ ഫൈറ്റർ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്ന സർഫസ് ടു എയർ ത്രെറ്റ്സ്, പ്രൈമർലി എന്താ പറയുന്നത് S-300 S-400 പിന്നെ അതിന് ശേഷമുള്ള വകഭേദങ്ങൾ. അപ്പം ഇതുപോലുള്ള ത്രെറ്റ്സിനെ നേരിടാൻ വേണ്ടിയിട്ടും പിന്നെ ഗ്രൗണ്ട് ടാർഗറ്റ്സിനെ നേരിടാൻ വേണ്ടിയിട്ടും, അത് എയർബേസസ് ആയിക്കോട്ടെ, ഫ്യൂവൽ ഡിപ്പോസ് ആയിക്കോട്ടെ, എന്താ പറയുന്ന ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഹൈ സെക്യൂരിറ്റി ഗ്രൗണ്ട് ബേസ്ഡ് ത്രെറ്റ്സിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിമാനമായിട്ടാണ് ഇതിനെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പം ഈ പ്രൊജക്റ്റ് F-35 പ്രൊജക്റ്റ് ആദ്യം വന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫോർഡബിലിറ്റി ആയിരിക്കും, അതായത് ഈ വിമാനത്തിൻ്റെ ചുരുങ്ങിയ ചിലവായിരിക്കും ഇതിൻ്റെ ഒരു പ്രധാന ഘടകം എന്നുള്ള രീതിയിലായിരുന്നു ഇതിനെ എന്താ പറയുന്നത് അഡ്വർടൈസ് ചെയ്തിരുന്നത്. അത് 10-15 വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ. ഈ വിമാനത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു 2000 സമയത്തെങ്കിലും തുടങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനത്തിൻ്റെ ചിലവ് കുറയണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ എന്താ പറയുന്നത് കുറച്ചൊന്ന് പുറകോട്ട് വെക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് 2 എഞ്ചിനും 2 സീറ്റും ഉള്ള വിമാനങ്ങളെ കഴിഞ്ഞും കൂടുതൽ ചിലവ് കുറവ് ഒരു എഞ്ചിനും ഒരു സീറ്റും ഉള്ള ഒരു വിമാനമായിരിക്കും എന്ന് പറഞ്ഞാണ് ആ പ്രൊജക്റ്റ് ആദ്യമേ തന്നെ മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് ഈ വിമാനത്തിന് ഒരു എഞ്ചിനേ ഉള്ളൂ, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, ഒരു പൈലറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ ഈ വിമാനം US എയർഫോഴ്സിന് വാങ്ങി ഗവൺമെൻറ് കൊടുക്കുന്നതിൻ്റെ ചിലവെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു F-15EX അല്ലെങ്കിൽ ഒരു F-15 എന്താ പറയുന്നത് ഖത്തറിന് കൊടുത്തൊരു വേരിയൻറ്റോ, നമ്മുടെ എന്താ പറയുന്നത് സൗത്ത് കൊറിയ ഗവൺമെൻറ്റിന് കൊടുത്ത എയർഫോഴ്സിന് കൊടുത്ത ഒരു വേരിയൻറ്റിന് ഒപ്പമുള്ള ഒരു വിലയിലാണ് കൊടുക്കുന്നത്. അതായത് ഒരു 100 മില്യൺ അല്ലെങ്കിൽ ഒരു 110 മില്യൺ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു തുകയ്ക്കാണ് കൊടുക്കുന്നത്. ആ തുകയ്ക്ക് നമ്മൾ ഇത് വാങ്ങേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ തുക കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഈ വിമാനത്തിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജെറ്റുകളെ കഴിഞ്ഞ് താഴെയാണെങ്കിൽ, ഈ പറയുന്ന ഫൈറ്റേഴ്സിനെ കഴിഞ്ഞ് താഴെയാണെങ്കിലോ, ഉദാഹരണത്തിന് F-15 അത്രയും എയറോഡൈനാമിക് പെർഫോമൻസ് ഇതിനില്ല, അതിൻ്റെ അത്രയും G ഫോഴ്സസ് ഇതിന് എന്താ പറയുന്ന താങ്ങാനുള്ള ശേഷി ഇതിൻ്റെ എയർ ഫ്രെയിമിനില്ല. രണ്ടാമത് ഇതിന് റേഞ്ച് കുറവാണ്. F-15 അത്രയും റേഞ്ച് ഈ വിമാനത്തിന് ഇല്ല. ഇതിൻ്റെ ഫ്യൂവലല്ല അത് അതിൻ്റെ ബോഡിക്കുള്ളിൽ അല്ലെങ്കിൽ എയർ ഫ്രെയിമിനുള്ളിൽ തന്നെയാണ് ക്യാരി ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിന് ഈ പറയുന്ന പോലുള്ള എന്താ പറയുന്ന റേഞ്ച് മീറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു Su-27 അല്ലെങ്കിൽ Su-30 എന്ന് പറയുന്ന ഇന്ത്യ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റഫാൽ പോലുള്ള ഒരു യുദ്ധവിമാനത്തിനെതിരെ ഒരു എയർ ടു എയർ കോമ്പാറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിമാനം നിഷ്പ്രയാസം തോറ്റിരിക്കും, നശിച്ചിരിക്കും. അത് വേറൊരു കാര്യം. പിന്നെ ഈ എന്താ പറയുക നമ്മൾ ഉപയോഗിക്കുന്ന പോലുള്ള സിമിലർ ആയിട്ടുള്ള വിമാനങ്ങൾ ചൈനയ്ക്കുണ്ട്, Su-27 ഉണ്ട്. അപ്പോൾ ചൈനീസ് എയർഫോഴ്സിൻ്റെ അടുത്ത് ഈ വിമാനമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് എന്താ പറയുന്നത് ഇങ്ങനെ ഒരു എയർ ടു എയർ കോമ്പാറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അത് എന്താ പറയുന്ന വലിയതായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ലെഗസി എയർക്രാഫ്റ്റ്, അതായത് 4th ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള MiG-29 F-15 പോലുള്ള വിമാനങ്ങളെ കഴിഞ്ഞ് സ്പീഡ് ഇതിന് കുറവാണ്. ആക്സലറേഷൻ്റെ കാര്യം എന്താ പറയുന്നത് ഇറ്റ്സ് ഡിബേറ്റബിൾ. ചില എയർഫോഴ്സ് സോഴ്സസ് പറയുന്നത് ആക്സലറേഷൻ കമ്പയറബിൾ ആണ് എന്ന് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറൊരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡാണ്. സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡോ പ്രധാനപ്പെട്ട ടെക്നോളജികളോ അമേരിക്ക മറ്റുള്ള രാജ്യങ്ങൾക്ക് കൈമാറുന്നതല്ല, ഇൻക്ലൂഡിങ് യൂറോപ്യൻ നേഷൻസ് ആൻഡ് ഇസ്രയേൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സസ് ഈ എന്താ പറയുന്നത് ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയും US ഗവൺമെൻറ്റും കൊടുത്തിരിക്കുന്നത് ഇസ്രായേലി ഫേംസിനും ഇസ്രായേലി ഗവൺമെൻറ്റിനും ഇസ്രായേലി എയർഫോഴ്സിനുമാണ്.
പക്ഷെ അവിടെ ആണെങ്കിൽ തന്നെ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ത്രെറ്റുകൾ നേരിടുന്നത് ഞങ്ങളാണ്, ഇസ്രായേലാണ്. കാരണം ഇസ്രായേലിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളും മറ്റുമെല്ലാം എപ്പോഴാണ് അവർക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് റഷ്യൻ, ചൈനീസ് എന്താ പറയുന്നത് വിമാനവേദ മിസൈലുകളും മറ്റുമല്ല, ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈലുകളും മറ്റുമല്ല അവൈലബിൾ ആണ്. എയർക്രാഫ്റ്റുകളും അവൈലബിൾ ആണ് പല ഘട്ടങ്ങളിൽ, ഇൻക്ലൂഡിങ് ദി അമേരിക്കൻ വൺസ്, ഇൻക്ലൂഡിങ് F-15. സോ അങ്ങനെ ഒരു കേസിൽ നിങ്ങൾ തരുന്ന ഈ പറയുന്ന എയർ ഫ്രെയിമും ഈ പറയുന്ന സോഫ്റ്റ്വെയർ, ഈ പറയുന്ന സിസ്റ്റംസ് ഇൻക്ലൂഡിങ് ദ റഡാർ, ദ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സിസ്റ്റംസ്, ദി ഹെൽമെറ്റ് ക്യൂയിങ് സിസ്റ്റം, ഇതെല്ലാം ഉപയോഗിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇത്ര വർഷമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒബ്സല്യൂട്ട് ആക്കാൻ, അത് കാലഹരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനികൾ ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റംസ് എന്താ പറയുന്നത് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം. അപ്പോൾ US ഗവൺമെൻറ്റിൻ്റെ മറുപടി വന്നു, ഇത് നടക്കുന്ന കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെല്ലാം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, മറ്റ് എന്താ പറയുന്ന എയർ ഫ്രെയിം, മറ്റ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെൽ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, ഇതിനെല്ലാം എന്താ പറയുന്ന കോപ്പിറൈറ്റ് ഉണ്ട്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൂൾസ് ഉണ്ട്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് എന്താ പറയുന്ന ടു പാർട്ട് വിത്ത്, അതായത് നിങ്ങൾക്ക് തരാൻ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരമില്ല, ഇങ്ങനെ ആണെങ്കിൽ തന്നെയും F-35 ലൈറ്റ്നിങ് 2 എന്ന് പറയുന്ന ഈ ജോയിൻറ്റ് സ്ട്രൈക്ക് ഫൈറ്റർ വിമാനം, അതിൽ ഞങ്ങളുടെ സിസ്റ്റംസ് ഞങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു തന്നെ പറ്റുള്ളൂ. അത് അവസാനം US ഗവൺമെൻറ് അംഗീകരിക്കുകയും അങ്ങനെയാണ് ഇസ്രായേൽ 35 F-35 ലൈറ്റ്നിങ് 2 ജോയിൻറ്റ് സ്ട്രൈക്ക് ഫൈറ്റർ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ, നമ്മൾ ആരാണ്, നമ്മൾ ഈ അടുത്ത കാലത്താണ് മൻമോഹൻ സിംഗിൻ്റെ കാലത്തും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലത്തുമാണ് അമേരിക്കയുമായിട്ട് ഇത്രയും അടുത്തത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അമേരിക്കയുമായിട്ട് പണ്ടേ അടുപ്പത്തിലാണ്. പ്രധാനപ്പെട്ട എന്താ പറയുന്ന അമേരിക്കയിലെ കമ്പനികളിലെല്ലാം ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരും മറ്റുമെല്ലാം ഇസ്രായേലികളാണ്, ജൂതന്മാരാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിനും ഇസ്രായേൽ എന്ന് പറയുന്നത് അവരുടെ ഒരു മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട ആലയാണ്. അപ്പം നമ്മൾ അങ്ങനെയല്ല. പിന്നെ പോരാത്തതിന് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കമ്പനീസ് ഡെവലപ്പ് ചെയ്യുന്ന, അവരുടെ എയർഫോഴ്സും മറ്റുമെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റംസാണ്. ഉദാഹരണത്തിന് നേവി ഉപയോഗിക്കുന്ന ബാരക് മിസൈൽ, അത് ഇസ്രായേൽ ഡെവലപ്ഡ് ആണ്. എയർഫോഴ്സ് ഉപയോഗിക്കുന്ന എന്താ പറയുന്ന ഹെൽമെറ്റ് ക്യൂയിങ് സിസ്റ്റം ഇസ്രായേൽ ഡെവലപ്ഡ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഡർബി മിസൈലും മറ്റുമെല്ലാം ഇസ്രായേൽ ഡെവലപ്ഡ് ആണ്. പൈത്തൺ മിസൈൽ ഇസ്രായേൽ ഡെവലപ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു വികസിത രാജ്യത്തിന് ഇതുപോലെ ഒരു വിഷമഘട്ടം നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം എന്തായിരിക്കും എന്നുള്ളത് അറിയാമായിരിക്കുമല്ലോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സിസ്റ്റംസ് അവർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് അവരുടെ കൈവശം വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇതിനുള്ള ടെക്നോളജി ഉണ്ടോ, സാങ്കേതിക വിദ്യ ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമുക്കിത് ചെയ്യാൻ പറ്റുമോ? അവർ ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഈ വിമാനം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തിയല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചൈന പോലുള്ള ഒരു രാജ്യത്തിൻ്റെ അടുത്ത് അവർക്ക് എന്താ പറയുന്നത് അവരുടെ വെപ്പൺസിനും സിസ്റ്റംസിനും ക്വാളിറ്റി ഇല്ല, അക്യുറേറ്റ് അല്ല എന്നൊക്കെ പല ഭാഗത്തുനിന്നും ഇത് വരുന്നുണ്ട്, എന്താ പറയുന്നത് ക്രിറ്റിസിസം വരുന്നുണ്ട്. പക്ഷേ സ്വന്തം നിലയ്ക്ക് 2 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, അതായത് J-20യും J-31 ഡെവലപ്പ് ചെയ്ത രാജ്യമാണ് അവർ. അപ്പോൾ അവർക്ക് എന്താ പറയുന്നത് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പെർട്ടീസ് ഉണ്ട്. അവർ സ്വന്തം നിലയ്ക്ക് ഇതുപോലുള്ള എന്താ പറയുന്നത് എൻജിനുകളും എയർ ഫ്രെയിമുകളും മറ്റുമെല്ലാം എന്താ പറയുന്നത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് അവർ അത് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്, അവരുടെ എയർഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇന്നേ വരെ ഒരു യുദ്ധവിമാനം, ഒരു ഫൈറ്റർ വിമാനം നമ്മുടേതായിട്ട് എന്താ പറയുന്നത് ലാർജ് സ്കെയിലിൽ നമ്മൾ യൂസിൽ നമ്മൾ വരുത്തിയിട്ടില്ല. LCA ഇപ്പോഴും എയർഫോഴ്സ് നിഷ്കർഷിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. LCA Mark 2 ആണ് ശരിക്കും എയർഫോഴ്സിന് വേണ്ടത്. പക്ഷേ Mark 1A എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജിൽ തന്നെ എത്തി നിൽക്കുകയാണ് നമ്മളെപ്പോഴും. അതിന് മുകളിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സ്ഥിതിയാണെന്നിരിക്കെ എന്താ പറയുന്നത് നമ്മളിങ്ങനെ ഒരു വിമാനം ഇറക്കുമതി ചെയ്ത് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകുമോ? അത് ചൈനയ്ക്കെതിരെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഓബിയസ്ലി ഇവർ വിൽ ബി അഗെയിൻസ്റ്റ് ചൈന ആൻഡ് പാകിസ്ഥാൻ. സോ ചൈന ഉപയോഗിക്കുന്ന ഏത് സിസ്റ്റവും പാകിസ്ഥാന് അവൈലബിൾ ആണ്. സോ അങ്ങനെ ഒരു സ്ഥിതി വിശേഷത്തിൽ ഈ യുദ്ധവിമാനം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മൾക്ക് ഇതുപോലുള്ള സിസ്റ്റംസ് ഇസ്രായേൽ ചെയ്ത പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അതിനുള്ള ടെക്നോളജി സാങ്കേതിക വിദ്യ നമുക്കുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു സ്വന്തം സ്റ്റെൽത്ത് വിമാന പ്രോജക്റ്റ് ഉണ്ട്. അത് HAL ADയും കൂടെ ഡെവലപ്പ് ചെയ്യുന്ന AMCA യുദ്ധവിമാനമാണ്. ഈ AMCA യുദ്ധവിമാനത്തിൻ്റെ പ്രോജക്റ്റ് അന്നേരം എവിടെ പോയി? അതായത് ഇതിന് ഒരുപാട് വർഷത്തെ സമയവും ഒരുപാട് പണവും ഒരുപാട് എന്താ പറയുക ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും എല്ലാം ഉപയോഗിച്ചാണ്
നമ്മൾ ഈ വിമാനം ഇപ്പോൾ എന്താ പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്, എയർഫോഴ്സിലേക്ക് ഇൻഡക്ട് ചെയ്യാൻ പോകുന്നത്, ഇതിന് ഇപ്പോഴും ഒരു എന്താ പറയുന്ന ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നത് ഇപ്പോഴാണ്. ആദ്യം പറഞ്ഞു ജിയുടെ F414 എന്ന് പറഞ്ഞ എഞ്ചിൻ ഉപയോഗിക്കാം. F-18 സൂപ്പർ ഹോർണറ്റിലൊക്കെ അമേരിക്ക ഉപയോഗിക്കുന്ന വളരെ നല്ലൊരു എഞ്ചിനാണത്. പിന്നെ എന്താ പറഞ്ഞ യൂറോജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കും, യൂറോജെറ്റ് EJ2000 എഞ്ചിൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. EJ2000 ആണ് യൂറോ ഫൈറ്ററിൽ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നു ഫ്രാൻസിൻ്റെ സഫ്രാൻ്റെ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇത് എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കണ്ടേ? അപ്പം നമ്മൾ അടിക്കടി ഇങ്ങനെ ഒരു പദ്ധതി മാറ്റി കഴിഞ്ഞാൽ അതിൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് എഞ്ചിനുകളാണ്, മൂന്ന് പാരാമീറ്റേഴ്സിന് വേണ്ടിയിട്ട് 3 എയർഫോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പം ഇത് നമ്മുടെ ഒരു എയർ ഫ്രെയിമിലേക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഏത് എഞ്ചിൻ മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഈ എയർ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്ന് രണ്ടാമത് ഇത് മാറ്റേണ്ടി വരും, അത് രണ്ടാമത് റീഡിസൈൻ ചെയ്യേണ്ടി വരും. ഒരു എയർക്രാഫ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടും ഫ്രം ദ കൺസെപ്ച്വൽ സ്റ്റേജ് നമ്മളത് പ്രോട്ടോടൈപ്പ് ചെയ്ത് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ വേരിയൻറ്റുകൾ ഇറക്കി ടെസ്റ്റിംഗ് നടത്തി നമ്മളത് എന്താ പറയുന്നത് റോൾ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫാക്ടറിയിൽ നിന്ന് റോൾ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 വർഷം എടുക്കും. ഈ 8 വർഷം ഇനിയും കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ F-35 25 അല്ലെങ്കിൽ 30 F-35 വിമാനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ചിലവ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. ഈ നമുക്ക് സ്വന്തമായിട്ട് എന്താ പറയുന്നത് ഇതുപോലെ ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യാനില്ലാത്തപ്പോൾ, നമുക്ക് സ്വന്തമായിട്ട് ഈ സോഫ്റ്റ്വെയർ ആക്സസും ഹാർഡ്വെയർ ആക്സസും ഇല്ലാത്ത ഈ വിമാനത്തിന്, ഈ പെർഫോമൻസ് ഇഷ്യൂസ് ഇല്ലാത്ത ഈ വിമാനത്തിന് പെർഫോമൻസ് ഇഷ്യൂസ് F-35 ഉണ്ട്. അപ്പോൾ ഈ വിമാനം നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം AMCA എന്ന് പറയുന്ന ഈ ഇരട്ട എഞ്ചിനുള്ള ഈ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിൻ്റെ ഫണ്ടുകളിൽ നിന്ന് വേണം നമ്മൾ പണം ഡൈവേർട്ട് ചെയ്ത് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറയുന്നത് ശരിക്കും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെയാണ് ശരിക്കും നമ്മുടെ എയർഫോഴ്സും നമ്മുടെ എന്താ പറയുന്ന ഗവൺമെൻറ്റും ഇപ്പം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എയർഫോഴ്സും എല്ലാം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു.